ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് പായസം ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ ഇത് നമ്മുടെ ചൗരിയാണ്. ചൗരി വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. എന്നിട്ട് വെർമസെല്ലി ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, പൊടിച്ചിട്ട്. പിന്നെ നല്ല പാലിരിപ്പുണ്ടായിരുന്നു, പാല് നമ്മൾ ചുമ്മാ വെച്ച് കേട്ടോ. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വെള്ളം തിളപ്പിക്കാൻ ഇതേപോലെ വലിയൊരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാനിനകത്തോട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്താണ് നോട്ടാണ് കിടക്കുന്നത്. ഇത് 1-ാം പാൽ, ഇത് 2-ാം പാൽ, 3-ാം പാൽ. അങ്ങനെ തേങ്ങയുടെ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വെർമസെല്ലിയും ചൗരിയും ആ ഒരു തിളപ്പിച്ച വെള്ളത്തിന് അതോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടും. എന്നിട്ട് ഷുഗർ ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഷുഗർ ഉണ്ടാകും കേട്ടോ. ഞങ്ങൾക്ക് എണ്ണ തികഞ്ഞില്ല. നമ്മളിപ്പോൾ 1, 2, 3, 4 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷുഗർ. ഇതിപ്പം അമ്മ അത് എടുത്തില്ലായിരുന്നു, എനിക്ക് ഷുഗർ ഇടുന്ന പാകം. അപ്പം അമ്മ കുറേ ഇട്ടുണ്ട്, 1, 2, 3, 4 അങ്ങനെ 3. അപ്പം നമ്മളുടെ ഇപ്പോൾ ഈ 3-ാം പാലാണ് ആദ്യം ഒഴിക്കേണ്ടത്. ബാക്കിൽ നിന്ന് നട്ട തുടങ്ങുന്ന ആ 3-ാം പാൽ നമ്മൾ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി 2-ാമത്തെ പാലാണ് എടുക്കണം. 3-ാമത്തെ പാല് തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു പരുവക്കായി വരുമല്ലോ ഇങ്ങനെ മണ്ടയിൽ. എന്നിട്ട് നല്ലപോലെ കൂടുതൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. ഇപ്പം ഞാനാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ തേങ്ങയുടെ 2-ാമത്തെ പാല് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1-ാമത്തെ പാല് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് കപ്പലണ്ടി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് നെയ്യ് നിങ്ങൾക്ക് ഈ ഒരു നെയ്യ് അറിയാമോ? ഇത് നല്ലപോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിനകത്ത് ഇതേപോലെ നെയ്യ് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക പൊടിച്ചത്, ഏലക്ക ചതച്ചത് വേണം. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് നെയ്ക്കകത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട്. നല്ലപോലെ വറുത്തെടുത്തു. എന്നിട്ട് അതിന് നെയ്യും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടെടുക്കണം. എന്നിട്ട് ഇതേപോലെ മുന്തിരിങ്ങയും പിന്നെ ഏലക്കയും പായസത്തിനകത്ത് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം വറുത്തത് നെയ്യോടെ കൂടെ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളി പോലെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതേപോലെ പാത്രത്തിൽ നിന്ന് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഷുഗർ ഇല്ലായിരുന്നുണ്ട്, ഞങ്ങൾ കുറച്ചും കൂടി ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്തിട്ട് നല്ല മണമായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഒരു ജസ്റ്റിൽ വാഞ്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഒഴിഞ്ഞിട്ട് പായസം കഴിക്കട്ടെ. ബൈ.